ഹാർട്ട് ഫെയിലിയർ വളരെ ഗൗരവമുള്ള ക്രിട്ടിക്കൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. രക്തം കൃത്യമായി പമ്പ് ചെയ്യാൻ സാധിക്കാതെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ഓക്സിജൻ, പോഷക വിതരണം എല്ലാം നിലച്ചു പോകുന്ന അവസ്ഥയാണിതെന്ന് ലളിതമായിട്ട് പറയാം. പലരും മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ ഹാർട്ട് ഫെയിലിയർ പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല. ക്രമേണയാണ് ഇത് അപകടകരമായൊരു ഘട്ടത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ഇതിനു മുൻപായി ഹാർട്ട് ഫെയിലിയറിനെ സൂചിപ്പിക്കാൻ ശരീരം പല ലക്ഷണങ്ങളും കാണിക്കും. ഈ ലക്ഷണങ്ങൾ മനസ്സിലാക്കാനും സമയബന്ധിതമായി ചികിത്സ തേടാനും സാധിച്ചാൽ ഒരുപക്ഷെ ജീവൻ നഷ്ടമാകുന്നിടത്തു നിന്ന് വരെ രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓക്സിജൻ, പോഷകങ്ങൾ എന്നിവ എത്താതിരുന്നാൽ അത് പല പ്രയാസങ്ങളും സൃഷ്ടിക്കും. ശ്വാസതടസ്സം, നെഞ്ചിടിപ്പിൽ വ്യത്യാസം, അസാധാരണമായ തളർച്ച, കൈകാലുകളിൽ നീര്, വയറ്റിൽ നീര്, കായിക അധ്വാനങ്ങൾ ചെയ്യാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ എന്നിവയെല്ലാം ഹാർട്ട് ഫെയിലിയറിനെ സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങളാണ്. ഇത്തരം ലക്ഷണങ്ങളിലൂടെയാണെങ്കിലും ഹൃദയം പ്രശ്നത്തിലാണെന്നത് നേരത്തെ കണ്ടെത്തിയാൽ മാത്രമേ ചികിത്സയ്ക്കും സാധ്യതയുള്ളൂ. കാരണം അത്രമാത്രം പ്രശ്നഭരിതമായൊരു അവസ്ഥയാണിത്. ഇക്കാരണം കൊണ്ട് തന്നെ നെഞ്ചിടിപ്പിൽ വ്യത്യാസം, അസാധാരണമായ ക്ഷീണം, ശ്വാസതടസ്സം എന്നിങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ കാണുന്ന പക്ഷം തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാവുകയാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് BP, കൊളസ്ട്രോൾ എന്നിങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർ. കാരണം ഇവരിലാണ് ക്രമേണ ഹാർട്ട് ഫെയിലിയറിന് സാധ്യത കൂടുതലുള്ളത്. അതുപോലെ തന്നെ വീട്ടിലോ കുടുംബത്തിൽ അടുത്ത ആർക്കെങ്കിലുമോ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായ ചരിത്രമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന പക്ഷം പെട്ടെന്ന് തന്നെ ഹൃദയാരോഗ്യം പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ഹാർട്ട് ഫെയിലിയർ എപ്പോഴും പിടിപെടുന്നതിനേക്കാൾ മുൻപേ പരിശോധിക്കുന്നതാണ് ഉചിതം. ഇതിന് ആരോഗ്യകരമായ ഭക്ഷണ രീതി, സുഖകരമായ ഉറക്കം, സ്ട്രെസ്സിൽ നിന്ന് മാറിയുള്ള ജീവിത രീതി, വ്യായാമം അല്ലെങ്കിൽ കായിക അധ്വാനം, ഒപ്പം വർഷത്തിൽ ഒരിക്കലെങ്കിലും മെഡിക്കൽ ചെക്കപ്പ് എന്നിവ കൃത്യമായി പാലിക്കുക. വലിയൊരു പരിധിവരെ ഹാർട്ട് ഫെയിലിയറിനെ തടയാൻ ഇക്കാര്യങ്ങൾ സഹായിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ BPയോ കൊളസ്ട്രോളോ മറ്റ് ഹൃദ്രോഗങ്ങളോ ഉള്ളവരാണെങ്കിൽ ഇടവിട്ട് ചെക്കപ്പ് നടത്താനും ശ്രദ്ധിക്കുക.